എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉണ്ണിയപ്പം ചുടുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, നന്നാവോ, ഇത് പൊങ്ങി വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് ആയി പോകും, അങ്ങനെയുള്ള പല ടെൻഷൻസും ഉണ്ടാവും. എന്നാൽ ഇനി അതൊന്നും വേണ്ട, ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഉണ്ണിയപ്പം ഇഷ്ടമുള്ളവർ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്ക് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും കൂടി അറിയിക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു അപ്പത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 500 ഗ്രാമോളം വരുന്ന ശർക്കര നമുക്കിതുപോലുള്ളൊരു പാനിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പാനിലോട്ട് ഒരു 1/4 കപ്പോളം വരുന്ന സാധാരണ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു ശർക്കര നമുക്ക് ആദ്യം ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക, വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. നമുക്ക് ഈ ഒരു ശർക്കര പാനി ഇട്ടിട്ട് നമ്മുടെ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകും. അതുകൊണ്ട് കറക്റ്റ് ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ശർക്കരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. ആ ഒരു ശർക്കരയിൽ എന്തെങ്കിലും കല്ലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇത് നമ്മൾ നന്നായിട്ട് അരിപ്പയിൽ കൂടിയിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. ഇനി 250 ml കപ്പിൽ കറക്റ്റ് 2 കപ്പോളം വരുന്ന പച്ചരി ആദ്യം നന്നായിട്ടൊന്ന് കഴുകി ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ടുള്ള ഒരു അരിയാണ് കേട്ടോ. ഇത് പച്ചരി കുതിർക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് കുതിരണം കേട്ടോ. എങ്കിലേ നമ്മുടെ ആ ഒരു ഉണ്ണിയപ്പം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനി ഈ ഒരു പച്ചരി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു പച്ചരി നമുക്ക് ഇതുപോലുള്ളൊരു മിക്സിയുടെ ജാറിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ ജാറായത് കാരണം 2 ട്രിപ്പായിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഉണ്ണിയപ്പത്തിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാളയംകോടൻ പഴമാണ് കേട്ടോ. ആ ഒരു പഴം ചേർക്കുന്ന സമയത്ത് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും, അതേപോലെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ഒക്കെ ആയിരിക്കും. അപ്പോൾ 3 പാളയംകോടൻ പഴമാണ് 2 കപ്പ് പച്ചരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1.5 പഴം നമുക്ക് ഈ ഒരു ട്രിപ്പിൽ അരച്ച് ചേർക്കാം. അടുത്ത ട്രിപ്പിൽ അടുത്ത 1.5 പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കുന്ന സമയത്ത് 3 പാളയംകോടൻ പഴം. പഴത്തിൻ്റെ അളവ് ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിത് മാവ് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ആ ഒരു അപ്പം ഒരുപാട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 1.5 പഴം ഞാനിത് ഈ ഒരു ട്രിപ്പിൽ മിക്സിയുടെ ജാറിലോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ഇതിലോട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. ശർക്കരയുടെ ആ ഒരു ശർക്കരപ്പാനിയുടെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് കട്ടയായിട്ട് വരും. അപ്പോൾ കട്ടയായിട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ശർക്കരപ്പാനി നന്നായിട്ട് അരിച്ചിട്ടെടുക്കുക കേട്ടോ. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇതേ ശർക്കരയും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു അരി അരഞ്ഞു കിട്ടാൻ മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം കേട്ടോ. വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോകരുത്. ഈ ഒരു അളവിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ അങ്ങോട്ട് അരച്ചിട്ടെടുക്കാം. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള അരിയും കൂടി ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള 3 പാളയംകോടൻ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ഭാഗം നമ്മൾ നേരത്തെ ഓൾറെഡി അരച്ച ട്രിപ്പിൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു. അടുത്ത ബാക്കിയുള്ള 1.5 ഭാഗം കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഏലക്കായയുടെ കുരു മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനിയുടെ കുറച്ച് ഭാഗം കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ചേർക്കുന്ന മൈദയുടെ അളവ് എന്ന് പറയുന്നത് കറക്റ്റ് 3 ടേബിൾ സ്പൂണാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മഷി പരുവത്തിൽ ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു ശർക്കര പാനി ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു മാവിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഒഴിക്കുന്ന ആ ഒരു സമയം തന്നെ നന്നായിട്ട് മാവുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാവ് പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള ശർക്കര പാനി ഒന്ന് ചൂടാക്കിയാൽ ഇതുപോലെ അങ്ങോട്ട് ലൂസായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ ഒരു മാവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ശർക്കര പാനി ആ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്തിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം.
ഇനി ഇതേ മറ്റൊരു പാനിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്കിതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കളറ് ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ണിയപ്പത്തിൽ നമ്മൾ സാധാരണയായിട്ട് ചേർക്കുന്ന കറുത്ത എള്ള് അതും കൂടി ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എള്ള് അവിടെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഈ ഒരു എള്ളും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് ഇതുപോലൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാവിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഏകദേശം ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു കറക്റ്റ് പരുവം. ഒരുപാട് അങ്ങോട്ട് ലൂസും അല്ല, അതേസമയം ഒരുപാട് ടൈറ്റായിട്ടിരിക്കാനും പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മിനിമം 6 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യുന്ന അത്രത്തോളം നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് ഒരു 6 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു മാവൊക്കെ ഈ ഒരു സമയം കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് നമുക്ക് ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് നമുക്ക് ഈ ഒരു മാവിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക, കൂടി പോകരുത്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ മാത്രം മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഇച്ചിരി ഒന്ന് കട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് കൂടി പോകരുത്. ഞാനിപ്പോൾ ചേർത്ത വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകും കേട്ടോ. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്തുനിന്ന് കഴിഞ്ഞാൽ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതേ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് മാവ് നമുക്ക് ഓരോ കുഴികളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി പഴയ ഉണ്ണിയപ്പച്ചട്ടിയാണ്, അതുകൊണ്ടാണ് കളറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക, ഒരുപാട് അങ്ങോട്ട് കൂടി പോകണ്ട, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ഉണ്ണിയപ്പം ആകുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഉള്ളൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് മാവായി കഴിഞ്ഞാൽ ഉള്ളു വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് മാത്രം മതി. അപ്പോൾ ഇതേ ഓരോ കുഴികളിലായിട്ടും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. അതേസമയം ഉള്ളൊട്ടും വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പം പതുക്കെ അങ്ങോട്ട് ചുട്ടിട്ടെടുക്കാം. ഇനി ഒരു സൈഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലുള്ളൊരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ പപ്പടക്കൊത്തിയോ ഒക്കെ വെച്ചിട്ട് പതുക്കെ ഈ ഒരപ്പം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് അടിവശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് മാത്രം ഇതുപോലെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താലും മതി. ഇനി 2 സൈഡ് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ. ഇനി ഇത് ഈ ഒരു കളറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് പതുക്കെ ഈ ഒരു പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ടേസ്റ്റാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരമാണ് കേട്ടോ. കണക്കായിട്ടുള്ള മധുരമാണ്, ഒരുപാട് അങ്ങോട്ട് കൂടുതലും അല്ല, എന്നാൽ തീരെ അങ്ങോട്ട് കുറഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഉള്ളൊക്കെ നല്ല ആരെടുത്ത പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇതുവരെ ഈ ഉണ്ണിയപ്പം ശരിയാവാത്തവർ ഈ ഒരു രീതിയിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.